ഹലോ ഡിയർ വ്യൂവേഴ്സ്, DSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി നാളായി തോന്നുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. 2025 ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നാണ് അതിനൊരു അവസരം വന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടിട്ട് വീഡിയോസൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാത്രി നമ്മൾ മൂവിക്ക് പോകാമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ മൂവിക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ വഴിക്ക് വേസ്റ്റ് കൂടി ഡിസ്പോസ് ചെയ്തു. നല്ല തണുപ്പാണ് കേട്ടോ. സോ ഈ ഹുഡി അല്ലെങ്കിൽ ഇതുപോലത്തുള്ള വേറെ 2-3 ഹുഡി ഉണ്ട്. എൻ്റെ മൂവിക്ക് പോകുന്ന യൂണിഫോമാണ് കേട്ടോ. കാരണം തിയേറ്ററിൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ടൈം കുറച്ച് കുറവായതുകൊണ്ട് ഒരാൾ ടിക്കറ്റ്സ് കളക്ട് ചെയ്യാനും ഒരാൾ സ്നാക്സ് മേടിക്കാനും പോയിട്ടോ. ഈ ലിറ്റിൽ ഹേർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണ്. നല്ല രസമല്ലേ, നല്ല വൈബല്ലേ. അപ്പം ഒരാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡ്രിങ്കും എനിക്ക് തോന്നുന്നൊരു ഗുവാവേൻ്റെ പേരക്കേൻ്റെ ഒരു ഡ്രിങ്കായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് നോർമൽ വാട്ടർ ആട്ടോ മേടിച്ചത്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഡ്രിങ്ക്സിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഷുഗർ ഉള്ളതുകൊണ്ട് അതിപ്പോൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കി മേടിച്ച സാധനങ്ങളൊക്കെ ഭയങ്കര ഹെൽത്തിയാണെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും ഇതൊക്കെ ഉള്ളൂ. സോ എൻജോയ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ചെയ്യുക. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് അവിടെ മോമോസോ സ്റ്റാർട്ട് ചെയ്ത് കണ്ടത് കേട്ടോ. നമ്മുടെ ഈ ഡൈസോ ഒക്കെ പോലത്തെ ക്യൂട്ട് സാധനങ്ങൾ കിട്ടുമല്ലേ, അങ്ങനത്തെ ഷോപ്പ് കിട്ടും. പക്ഷെ കയറാൻ സമയമില്ലാത്തതുകൊണ്ട് കയറിയില്ല. നമ്മൾ പ്രാവിൻകൂട് കാണാനാണ് കേട്ടോ വന്നത്. ഇനീഷ്യലി ഇതിൽ ആരും ഉണ്ടായിരുന്നില്ല. തിയേറ്റർ ഫുള്ള് കാലിയായിരുന്നു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ പോയ സമയത്ത് ഇതേപോലെ നമ്മൾ ഐഡൻറ്റിറ്റി കാണാൻ വേണ്ടി വടക്കാഞ്ചേരിയിൽ നിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു 10 പേരും കൂടി വരികയാണെങ്കിൽ മൂവി സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ പക്ഷേ ആരും ഇല്ലെങ്കിലും ഒരാളാണെങ്കിലും 2 അവർ മൂവി പ്ലേ ചെയ്യും കേട്ടോ. പ്രാവിൻകൂട് ഷൂട്ട് ചെയ്തത് നമ്മളുടെ അവിടെയാണ്, വടക്കാഞ്ചേരി ചിറ്റണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ സെറ്റൊക്കെ ഇട്ടത് ആ ഷാപ്പിൻ്റെ. അപ്പം നമുക്ക് ഇനീഷ്യലി അതിൻ്റെ ഒരു അടുപ്പം കൂടെ ഉണ്ടായിരുന്നു. നല്ല മൂവിയായിരുന്നു കേട്ടോ. നല്ല ബേസിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഹീറോയിനായിട്ട് ചെയ്ത ആളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗ്രോസറി വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ചെയ്തിട്ട് പിന്നെ നാളെ പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇതൊക്കെ ചെയ്തത്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ആ ദിവസത്തിൻ്റെ രാവിലെയാണ് ഇന്ന് ഇത്രയും നേരം നമ്മൾ കാണിച്ചത്. തലേ ദിവസം രാത്രിയിലത്തെയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒരു പിറ്റേ നൈറ്റാണ് നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്നത്. അത് യൂഷ്വലി രാവിലെ എണീറ്റാൽ ഞാൻ കുറച്ച് നേരം ബൈബിൾ വായിക്കും കേട്ടോ. മുന്നേക്ക് അത് കണ്ടിന്യൂ ആയിട്ടാണ് വായിച്ചുകൊണ്ട് പോയിരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ ഞാനിപ്പോൾ റാൻഡമായിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഏത് പോർഷനാണോ അത് വായിക്കും എന്നുള്ളതാണ് കേട്ടോ. കാരണം കുറച്ച് നേരം ഒന്ന് ഓക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം രാവിലെ നമുക്ക് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു 7 ഒക്കെ ആയപ്പോഴേക്കും എണീറ്റു. ഹോളിഡേ ആണ്, പക്ഷെ എന്താണെന്നറിയില്ല, നേരത്തെ എണീറ്റ് പോകുന്നു. അപ്പോൾ എനിക്ക് ചടപടയുന്ന രാവിലത്തെ പരിപാടിയിലേക്ക് കിടക്കാണ്ട് കുറച്ച് സെൽഫ് ടൈമും ഒക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ വായിക്കുന്ന പുസ്തകം എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കിയ പാത്രങ്ങളും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്രിഡ്ജിലിരുന്ന കുറച്ച് പാത്രങ്ങളും അങ്ങനെയൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുക്കിങ്ങിലേക്ക് കിടന്നത്. അപ്പം ചിക്കനാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നോർമൽ ചിക്കൻ കറി കേട്ടോ, സാധാ നാടൻ ചിക്കൻ കറി. നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിയും സബോളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള സാധാ ഒരു ചിക്കൻ കറി. അപ്പോൾ നമുക്കിവിടെ ലഞ്ചിലേക്കും കറി വേണം, പിന്നെ 1-2 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ വേണ്ടിയിട്ടുള്ള കറി എന്നുള്ള രീതിയിൽ എടുത്തതാണ്. അതിന് മുന്നേ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. യൂഷ്വലി നോർമലി ഈ അരപ്പൊക്കെ പ്രിപ്പയർ ചെയ്ത് ബാറ്റർ എന്നല്ലേ പറയാം, അല്ല കേട്ടോ, അരപ്പ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ നോർമലി ചിക്കൻ ഇട്ടിട്ട് കുക്ക് ചെയ്യാണ് അമ്മ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടേക്കണേ. ഞാൻ പിന്നെ മുട്ടക്കറി, ചിക്കൻ കറി, കടലക്കറി അതിനൊക്കെ മാൻഡേറ്ററി ആയിട്ട് ഇങ്ങനത്തെയാണ് കേട്ടോ ചെയ്യാറ്, ഈ ഒരു പ്രിപ്പറേഷൻ.
പിന്നെ ഞാൻ എപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിലും ഒരു പാത്രം ഇങ്ങനെ സൈഡിൽ വെക്കും കേട്ടോ. അതായത് നമ്മൾ ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അരിയുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ പാത്രത്തിൽ തന്നെ ഇടും. അപ്പോൾ പിന്നെ ആ പാത്രത്തിലെ വേസ്റ്റ് അങ്ങനെ എടുത്തുകൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചത് ബോയിൽഡ് എഗ്ഗും പിന്നെ പഴവും അങ്ങനെ 2-3 ലെഫ്റ്റ് ഓവേഴ്സ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ റെഡി ആവുകയാണ് രാവിലെ തന്നെ 10:30-ക്കാണ് മലയാളം കുർബാന ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഇന്ന് പിന്നെ വേറെ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. കസിൻസിനെ 1-2 പേരെ കാണാൻ വിചാരിക്കുന്നുണ്ട്. കുറേ നാളായി. എൻ്റെ കസിൻ ഉണ്ട് ലിൻഡ, അവൾ ഫാമിലിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റാണ്ട് തിരക്കായിട്ട് ഓരോ വീക്കെൻഡും തിരക്കുകളും പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ഡ്യൂട്ടി സ്കെഡ്യൂളിലെ ചേഞ്ചസും പിന്നെ നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ അവളെ എല്ലാ വീക്കും വിചാരിക്കും കാണാൻ പോകണമെന്ന്, നടന്നിട്ടില്ല കേട്ടോ. ഭയങ്കര സർപ്രൈസ്ഡായിട്ട് ഇന്ന് പള്ളിയിൽ എനിക്കിഷ്ടമുള്ള പാട്ടാണ് കേട്ടോ പാടിയത്. ഈ പാട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഇത് പാടിക്കഴിഞ്ഞ് പകുതി എത്തുമ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വരും. അത്രയും ഭയങ്കര സ്വീറ്റായിട്ട് റൊമാൻറ്റിക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു സന്തോഷം തരുന്നൊരു സോങ്ങാണ് കേട്ടോ ഇത്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ബേക്കറിയാണ് കാലിക്കറ്റ് ബേക്കറി എന്ന് പറഞ്ഞിട്ട്. അവിടെ അവർ സ്വന്തമായിട്ട് ബേക്ക് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ബേക്കറി ഐറ്റംസും അങ്ങനെയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു ഷോപ്പായിരുന്നു. കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ക്രീം ബണ്ണിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് അച്ചപ്പം ഒരെണ്ണം മേടിച്ചു കേട്ടോ, എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കഴിക്കുമ്പോൾ കയ്യിലിങ്ങനെ, സാധാരണ നമ്മൾ അച്ചപ്പം കുഴലപ്പൊക്കെ കഴിച്ചാൽ കയ്യിൽ കുറേ എണ്ണയാവില്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് ആ കാണുന്ന റെസ്റ്റോറൻറ്റില്ലേ പയ്യന്നൂർ എന്ന് എഴുതിയത്, അവിടെയാണ് നമ്മളുടെ ഒരു കസിൻ വർക്ക് ചെയ്യണത് കേട്ടോ. അവിടെ ഷെഫാണ്. അപ്പോൾ ഞങ്ങൾ ആളെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആൾക്ക് വേറെ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ലൈമൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വന്നു. ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ പറയാറില്ലേ അനിഷ എന്ന്, എൻ്റെ കസിനും എൻ്റെ ഫ്രണ്ടൊക്കെയാണെന്ന്. അവളുടെ ഹസ്ബൻഡാണ്. അവളെ കണ്ടു. പിന്നെ ഇതാണ് ലിൻഡ, ലിൻഡേനെയും കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയപ്പോൾ ഭയങ്കര ടെൻഡൻസി ആയിരുന്നു പുറത്തുനിന്ന് ബിരിയാണി കഴിക്കാനും ലഞ്ച് കഴിക്കാനൊക്കെ കേട്ടോ. പക്ഷേ സഹിച്ച് പിടിച്ച് നിന്നു. കാരണം നമ്മൾ ഈ വീക്ക് ഒരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, എന്ത് സംഭവിച്ചാലും പുറത്തുനിന്ന് ഒരു നേരം ഫുഡ് കഴിക്കില്ല, 3 നേരവും വീട്ടിലുണ്ടാക്കി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. നമുക്ക് ഓഫുള്ള ദിവസം ഒന്ന് വീട്ടിൽ റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങുന്നൊരു സുഖം, അത് അടിപൊളിയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഓഫുള്ള ദിവസമൊക്കെ അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് പക്ഷേ ഒന്ന് എന്താ പറയുക, ഒരു ചായ കുടിക്കാനെങ്കിലും പുറത്തേക്ക് പോകണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് എനിക്കും അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പള്ളിയിൽ പോയി, കസിൻസിനെ കാണാൻ പോയി, ഷോപ്പിങ്ങിന് പോയി, വീട് ഫുള്ള് വൃത്തിയാക്കി, കുക്ക് ചെയ്തു, വാഷ് ചെയ്തു. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ നോർമൽ ഒരു വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങനെ തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആകുമ്പോൾ കൂടുതലും നമ്മളുടെ കാര്യങ്ങളൊക്കെ വീക്കെൻഡ്സിലേക്കാണ് വെക്കാറ്. അപ്പം അതൊക്കെ ഒന്ന് കുറേ ചെയ്തു കേട്ടോ. അപ്പോൾ വാങ്ങാൻ വിട്ടു പോയിട്ടുള്ള 1-2 അത്യാവശ്യ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മേടിച്ചിട്ട് ഒരു ചായയും കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് പോട്ടോ. ടൈം ഇപ്പോൾ 7:39 ആണ്. പിന്നെ കോട്ട് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. രാത്രിയൊക്കെ വെറുതെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് എനിക്ക് തണുപ്പ് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള ഒരു ടീ ഡേ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. സ്നാക്സൊക്കെ ഓൾമോസ്റ്റ് തീരാറായിരുന്നു. പക്ഷേ അവിടെ ഒരു ഉന്നക്കായ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. പിന്നെ ക്രീം ബണ്ണിൻ്റെ 3-4 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അത് വാങ്ങി. നമ്മൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കടയിൽ. അപ്പോൾ ഞങ്ങൾ കാറിലിരുന്നിട്ട് തന്നെയാണ് ചായ കുടിച്ചത്. ക്രീം ബണ്ണ് ഇതാ ഫസ്റ്റത്തെ മറ്റേ ഫസ്മിന എന്ന് ഞാൻ തോന്നുന്നുണ്ട് അവരുടെ ക്രീം ബണ്ണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ എവിടെ കണ്ടാലും 1-2 മേടിക്കും കേട്ടോ. വീട്ടിലെത്തിയിട്ട് പിന്നെ നമുക്ക് ഉപ്പേരി കുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ പയറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പയറുപ്പേരി ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇവരുടെ അവിടേക്ക് തോരൻ എന്നാണ് പറയുക. അതിൽ തേങ്ങ ഒക്കെ ഇടും. പക്ഷെ നമ്മുടെ ഇവിടെ മെഴുക്ക് വരട്ടി അതല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെയാണ് പറയുക. നാട്ടിൽ നിന്ന് ഷിഹാബിൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു ആൻറ്റി ഉണ്ട്, നെയ്ബർ ആൻറ്റി തന്നു വിട്ട കറിവേപ്പിലയാണ്. എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ ബുദ്ധിമതിയായിട്ട് അത് ഫുള്ള് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുത്തി നിർത്തി കേടാവില്ല വെച്ചിട്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും അത് കുറേ കൊഴിഞ്ഞു.
അപ്പോൾ ഞാൻ ആ ഭാഗം ക്ലീൻ ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല ഇല മാത്രം എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായിരുന്നു. നൈറ്റ് പിന്നെ നമ്മളൊരു ചെറിയ മൂവി ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അതായത് രാത്രിയാണ്, ഇനി ഉറങ്ങാൻ പോകുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ എന്നല്ല, എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നൈറ്റ് സ്കിൻ കെയർ എന്നുള്ളത് കേട്ടോ. എങ്ങനെയും രാത്രി ബ്രഷ് ചെയ്ത് അങ്ങനെ നേരെ കിടക്കും എന്നല്ലാണ്ട് ചിലപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യുന്നല്ലാണ്ട് ഒരു കമ്പൽസറി ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ എനിക്ക് നൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ വർഷത്തെ ഒരു റെസൊല്യൂഷൻ എന്നല്ല, പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഫെയിലിയർ ആവാതെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് നൈറ്റ് സ്കിൻ കെയർ എന്നുള്ളത്. അപ്പോൾ രാത്രി ഞാൻ വല്ലാണ്ടൊന്നും ചെയ്യലില്ല. ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്, എപ്പോഴും തെറ്റുന്നതാണ്, നിവ്യയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡോട്ട് ആൻഡ് കീയുടെ അണ്ടർ ഐ ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമില്ല, നല്ല ഒരു കൂൾ എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. പിന്നെ അതേപോലെ തന്നെ നിവ്യയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങളാണ് നൈറ്റ് സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്ത് പോകുന്ന ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പ്ലാനർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തിനെ എന്നല്ല, മൊത്തത്തിൽ പ്ലാനർ ഉള്ളത് കൊണ്ട് ഈ ദിവസത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ബ്രീഫായിട്ട് ഇതിനകത്ത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. പിന്നെ ഇന്ന് ചെയ്യാനുള്ളത് നമ്മുടെ ഈ വീക്കിലെ മീൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഈ മീൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിന് ഞാൻ ഭയങ്കര ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്, പ്രയോറിറ്റിയാണ് കൊടുത്തിരുന്നത് കേട്ടോ. കാരണം എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടല്ലോ, നമുക്ക് കുക്ക് ചെയ്താൽ പോരെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടും പിന്നെ വെജിറ്റബിൾസൊക്കെ കേടായി പോയിട്ടൊക്കെ, അപ്പോൾ അതൊരു പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതെ അൺപ്ലാൻഡ് ആയിട്ട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞതിൽ പിന്നെ ഇപ്പോൾ ഒരു മീൽ പ്ലാൻ നേരത്തെ കൂട്ടി പ്രീ പ്ലാൻ ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോകുമ്പോൾ സാധനങ്ങൾ കേടാവാണ്ട് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഫുഡ് മാക്സിമം കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളതും കൂടെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീക്കിലത്തെ മീൽ പ്ലാൻ, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്തൊക്കെയാണ് കറി വേണ്ടത്, എന്താണ് ഉപ്പേരി വേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമുള്ള കറി വേറെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ലൈഫിൽ ചേഞ്ച് വരുന്നത് അറിയാൻ പറ്റും. കാരണം കുറേ സാധനങ്ങൾ കേടായി പോകുന്നു, നമ്മൾ കൺസ്യൂം ചെയ്യാൻ പറ്റാണ്ട് വരുന്നു, വേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ വരുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാത്രി വരെയുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഇൻട്രാക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ അടുത്ത തവണ കാണാം. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റിഗറ്റ്സ്. ദി സിന്ദഗി. ബൈ.